ഇപ്പോൾ ഈ മലയാളവും അസിനും തമ്മിലുള്ള ബന്ധം പല ചോദ്യങ്ങളും ഉയർത്തുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് അസിൻ മലയാളത്തിൽ അഭിനയിക്കാത്തത് ഒരുതരം മധുര പ്രതികാരമാണോ? അയ്യോ, പ്രതികാരമോ? അങ്ങനെയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ബ്രേക്ക് എടുത്തു. അപ്പോൾ പല ഓഫേഴ്സ് വന്നു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് എടുത്ത ഉള്ളം കേൾക്കുമെന്ന് പറഞ്ഞ പടം they were ready to wait ഞാൻ എക്സാംസ് എഴുതി കഴിയുന്നത് വരെ, ബിക്കോസ് they were insistent on getting me ആ ക്യാരക്ടറിന് വേണ്ടി. അപ്പം ഞാൻ അതാണ് നെക്സ്റ്റ് എടുത്തത്. സോ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ ടു ബി അനദർ സ്റ്റെപ്പ്. അതൊരു കോൺഷ്യസ് ആയിട്ട് മലയാളം അവോയ്ഡ് ചെയ്യണമെന്ന് മൈൻഡിൽ എഴുതി കുറിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. കുറേ പേര് ആക്ച്വലി അങ്ങനെ ചോദിക്കാറുണ്ട്, എന്താ ഇതുവരെ മലയാളം ചെയ്യാത്ത? അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പം കുറേ ഓഫേഴ്സ് അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണെങ്കിലും ഞാൻ ഓൾറെഡി ചില കമ്മിറ്റ്മെന്റ്സ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഡേറ്റ്സ് ക്ലാഷ് ആയിരുന്നിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെയും ചെയ്യാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ലോങ് ഗ്യാപ്പ് ആയത് കാരണം അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നു ആൾക്കാർക്കുണ്ടെന്ന്, അവോയ്ഡ് ചെയ്യുന്നതാണെന്നുള്ളത്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത അസിൻ്റെ ആദ്യ സിനിമയിൽ അസിൻ ഉദ്ദേശിച്ചിരുന്നത് പോലെ അത്ര പ്രാധാന്യമുള്ള ഒരു നായിക വേഷമായിരുന്നില്ല. വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഹീറോയിൻ എന്ന് പറയാവുന്ന വേഷമാണ് കിട്ടിയത്. അതിൽ ഒരു നിരാശ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവല്ലേ? ശരിയാണ്. ആ നിരാശ പിന്നീട് മലയാളത്തിൽ നിന്ന് ഓഫർ വന്നപ്പോഴൊക്കെ ഒരുപക്ഷെ അസിൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ? ഇല്ല, അത് സർ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ പ്രോജക്റ്റ് ടു പ്രോജക്റ്റ്. അത് ഒരു ഫുൾ ഇൻഡസ്ട്രിയെ അങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആ പ്രോജക്റ്റിൽ ഐ വാസ് വെരി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഫൈനലി കെയിം ഓൺ സ്ക്രീൻ. സോ അത് ശരിയാണ്. സത്യൻ അന്തിക്കാട് മലയാളത്തിലെ ഒരുപാട് ബഹുമാനിക്കപ്പെടുന്ന ഒരു സംവിധായകനാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അന്നുണ്ടായ അനുഭവത്തിൽ അസിൻ ഇപ്പോഴും ചെറിയൊരു വിഷാദം ഉള്ളിൽ നിൽക്കുന്നുണ്ടോ? ഇല്ലില്ല, തീർച്ചയായിട്ടും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ സത്യൻ അങ്കിളിനോട് എന്തൊരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് എനിത്തിങ് റിലേറ്റഡ് ടു സത്യൻ അങ്കിൾ. അസിൻ്റെ ആദ്യത്തെ സിനിമയുടെ സംവിധായകനെ കുറിച്ച് അസിൻ അങ്ങനെ ഏറെ പരാമർശിച്ച് കാണാത്തത് കൊണ്ടുകൂടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഞാൻ വളരെ ന്യൂ ആയിരുന്നു ആൻഡ് ഐ ഡോണ്ട് ഹാവ് മച്ച് ഓഫ് എ റോൾ ഇൻ ദാറ്റ്. അപ്പം ഐ വെൻറ്റ് കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തു, തിരിച്ചു വന്നു. ആൻഡ് ദ റിസൾട്ട് വാസ് ഫൈനലി ടു ബി സീൻ ബൈ എവറിബഡി. അത് കഴിഞ്ഞിട്ട് ഐ നോട്ട് വർക്ക്ഡ് ഇൻ മലയാളം അധികം. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂസ് ആണെങ്കിലും ആൾക്കാർ ചോദിക്കുന്നതിൻ്റെ ഉത്തരേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഇപ്പം കൂടുതൽ തമിഴ് പടങ്ങൾ ചെയ്താൽ അവർ അവിടുത്തെ ആൾക്കാരെ പറ്റിയാണ് കുറേ ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരം ഞാൻ പറയും. ഹിന്ദിയിൽ പോകുമ്പം മുരദാസ് സാറോ അല്ലെങ്കിൽ അവിടുത്തെ ഡയറക്ടേഴ്സ്, ഈ ഫറാൻ ഖാൻ്റെ കൂട്ടത്തിൽ ഫറാൻ അക്ടറിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യേണ്ടത്, അവരെ പറ്റി എന്ത് വിചാരിക്കുന്നു, ഇവരെ പറ്റി എന്ത് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ എന്നെ ഇങ്ങനെ ചോദ്യം വന്നിട്ടില്ല. അപ്പോൾ അത് കാരണമാണ് മേ ബി ഐ ഹവ് നോട്ട് ടോക്ക്ഡ് അബൌട്ട് ഹിം സോ മച്ച്. ബട്ട് വെർ എവർ ഐ ഹവ് ഗോട്ടൻ ആൻ ഓപ്പർച്യൂണിറ്റി ഐ ഹവ് ഡെഫിനറ്റ്ലി, ബിക്കോസ് സിനിമയിൽ എൻ്റെ ഗുരു എന്ന് പറയുന്നത് തന്നെ സത്യൻ അങ്കിളാണ്. സത്യൻ അങ്കിൾ ആൻഡ് ഫാസിൽ അങ്കിൾ, ദീസ് വെർ ദ പീപ്പിൾ ഹു ഇൻട്രൊഡ്യൂസ് മീ ഇൻ ടു മലയാളം സിനിമ. മലയാളം സിനിമ എന്നല്ല, ഏതെങ്കിലും ഒരു സിനിമ. അപ്പോൾ ദേ ആർ ഡെഫിനറ്റ്ലി മൈ ഗുരൂസ് ആൻഡ് ഐ റിയലി റെസ്പെക്ട് ദം എ ലോട്ട്. അപ്പം വിസ്മയത്തുമ്പത്തിലും അതുപോലെ വെട്ടത്തിലും അഭിനയിക്കാനുള്ള വാഗ്ദാനം അസിനെ തേടി വന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രണ്ട് സിനിമയും ചെയ്യാൻ പറ്റാത്തത്ര തിരക്കിലായിരുന്നു അസിൻ. ചില സമയത്ത് ഐ വിൽ ബി ഡൂയിങ് ലൈക്ക് 4 ഫിലിംസ് അറ്റ് എ ടൈം. അപ്പോൾ ആ സമയത്ത് ട്രാവലിങ്ങും എനിക്ക് ഇച്ചിരി കഷ്ടമായിരുന്നു. അത് കാരണമാണ് ബോത്ത് ദീസ് ഫിലിംസ്. യെസ്. അല്ല, വിസ്മയത്തുമ്പത്തും വെട്ടവും അത് ചെയ്യാതിരുന്നതിൽ ഒരു വിഷമം തോന്നിയോ, അതോ സാരമില്ല അതിനേക്കാളൊക്കെ വലിയ സിനിമയാണല്ലോ ഞാൻ ചെയ്യുന്നതെന്നുള്ള ഒരു ഭാവമാണോ ഉണ്ടായത്? അല്ല, അങ്ങനെ അതിനേക്കാളും വലിയ സിനിമയാണല്ലോ ഞാൻ ചെയ്യണമെന്നുള്ളതല്ല. അയ്യോ, ഒരു മലയാള സിനിമ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അത് ശരി. മലയാളത്തിൽ ഉൾപ്പെടെ സിനിമാ രംഗത്ത് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. ചിലർ ഈ പേരിൻ്റെ സ്പെല്ലിങ് മാറ്റുന്നു, ചില പ്രത്യേക തരത്തിലുള്ള സിനിമ പേരുകൾ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നു, റൂം നമ്പർ മാറ്റുന്നു, കാർ നമ്പർ. അതെ, അത്തരം കാര്യങ്ങൾക്കെതിരെ ഒരു നിലപാടെടുക്കാൻ അസിന് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഇതിലൊന്നും യാതൊരു വിശ്വാസമില്ലാത്ത ഒരാളാണ്. കുറേ ഞാൻ സർ പറഞ്ഞ ശരിയാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ കുറേ ഉണ്ട്. ഒരു കളർ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് ലക്കി കളർ, ഇതാണ് എനിക്ക് ലക്കി നമ്പർ, എല്ലാം ആ നമ്പറിലുള്ള എടുക്കുന്നു. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടായപ്പോൾ ഇട്ട പേരാണ് അസിൻ എന്ന്, അച്ഛനും അമ്മയും ഇട്ട പേരാണ്. അത് ആദ്യം സിനിമയിൽ വരുമ്പം കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, അസിൻ, അയ്യോ അത് ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റില്ലാത്തൊരു പേരാണ്, അപ്പം അത് ഇറ്റ് കനോട്ട് ക്യാച്ച് ഓൺ വെരി ഫാസ്റ്റ്, അപ്പോൾ ഏതെങ്കിലും എളുപ്പമുള്ള ഒരു പേര് ഇടാമെന്ന്. ബട്ട് ഐ തോട്ട് മൈ നെയിം ഇസ് മൈ ഐഡൻറ്റിറ്റി ആൻഡ് ഐ ഷുഡ് നോട്ട് ചേഞ്ച് ദാറ്റ്. അപ്പോൾ ആ ഒരു ബിലീഫിലാണ് ഞാൻ ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ കുറേ പേര് ചോദിക്കും, അപ്പോൾ ഏതാണ് ലക്കി നമ്പർ, അതിനനുസരിച്ച് റൂം നമ്പർ എടുക്കാൻ. ഞാൻ പറഞ്ഞു, ഏത് റൂം വേണേലും എടുത്തോ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഏത് കാറിൻ്റെ കളറ്, കാറിൻ്റെ വണ്ടിയുടെ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, എനിക്ക് അങ്ങനെ യാതൊരു അന്ധവിശ്വാസങ്ങളില്ല. ഓക്കെ, അന്ധവിശ്വാസങ്ങൾ പോട്ടെ, എന്തൊക്കെ വിശ്വാസങ്ങളാണ് അസിനുള്ളത്? ആത്മവിശ്വാസം, self-confidence, that's all. I think a positive attitude towards life and self-confidence, അത്രേ ഉള്ളൂ. I think those are my strengths. ആത്മവിശ്വാസം ഉണ്ടെങ്കിലും അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും അസിന് വരാറില്ലേ? തീർച്ചയായിട്ടും സർ. റൈറ്റ് ഓപ്പർച്യൂണിറ്റി, റൈറ്റ് പ്രോജക്റ്റ്, റൈറ്റ് സമയത്ത് എടുക്കുമ്പോഴാണ് ഒരു സക്സസ് എന്നുള്ളത് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ വളരെ നല്ല റോളുള്ള ഒരു സിനിമയെക്കുറിച്ച് ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് ആലോചിക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത്
അസിൻ അവരെ വിളിച്ച് പറയുമോ ആ റോൾ ഞാൻ ചെയ്യാമെന്ന്? ഇല്ല. എന്തുകൊണ്ട് പറയില്ല? അങ്ങനെ എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ എൻ്റെ കരിയറിൽ ആരെയും വിളിച്ചിട്ട് സർ നിങ്ങൾ ആ പ്രോജക്റ്റ് ചെയ്യുന്നില്ലേ, എനിക്കത് ചെയ്യാൻ താല്പര്യമുണ്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ അടുത്ത പ്രോജക്റ്റിന് എന്നെ കൺസിഡർ ചെയ്യൂ, ഞാനിവിടെ ഡേറ്റ്സ് ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ആൾക്കാർക്ക് വാട്ട് ഐ എം കേപ്പബിൾ ഓഫ്, ഈ കുട്ടിക്ക് ഇത്രയും ടാലൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും ടാലൻ്റ് ഉള്ളൂ എന്താന്ന് വെച്ചാൽ ദേ നോ മീ ആസ് എൻ ആക്ട്രസ്, ആസ് എ പേഴ്സൺ. സോ അതിനനുസരിച്ചുള്ള റോള് വരുമ്പം അവരെ വിളിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി അവരെ വിളിച്ച് ശല്യം ചെയ്ത് ഒരു ബാധ്യത പോലെ ഷോ ഇനി ഈ കുട്ടി വിളിക്കുമല്ലോ, ഈ കുട്ടിയുടെ ഫോൺ അവോയ്ഡ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഷോ ഇത് അടുത്തത്, എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ക്രിയേറ്റ് അങ്ങനെ ഒരു അൺഈസിനെസ് ഒരു ആൾക്കാരുടെ ഇടയിൽ. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു റോളിന് വേണ്ടി ഒരിടത്തും വിളിച്ചിട്ടും ഇല്ല, പോയിട്ടും ഇല്ല, ഒന്നുമില്ല. എൻ്റെ ഒരു വിശ്വാസമാണത്. അവർക്ക് ഞാൻ അതിന് ആ ഒരു റോളിന് സൂട്ടബിൾ ആണെന്ന് തോന്നുമ്പോൾ അവർ വിളിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനുവേണ്ടി ശ്രമിക്കുന്നതിൽ എന്താണ് തെറ്റ്? തെറ്റില്ല സാർ. ഞാൻ പറഞ്ഞ പോലെ ഒരു അൺഈസിനെസ് എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ അവർക്കും ബോധ്യമുണ്ട്, എനിക്ക് മാത്രം ബോധ്യം ഉണ്ടായാൽ പോരല്ലോ എനിക്കത് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്. ഡയറക്ടറിൻ്റെ ഒരു വ്യൂ പോയിന്റും കൂടി ഉണ്ട്, ആ ടീമിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും. അപ്പോൾ അവരാരെയാണോ അവരുടെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ദേ വിൽ ബി മോർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ് പേഴ്സൺ. അത് നമ്മൾ പറയുന്നത് കാരണം ഇനി അതിന് വേണ്ടി മാറ്റി എന്തിനാ ഈ ആൾക്കാരെ കഷ്ടപ്പെടുത്തുന്നത്? അപ്പോൾ ആ ഒരു ഫീലിംഗില്ല. മറ്റുള്ളവർ എന്തിനാ ഒരു അൺഈസി പൊസിഷനിൽ ഇടുന്നത്? അത് രണ്ടുപേർക്കും ഇറ്റ്സ് നോട്ട് എ നൈസ് തിങ്. ഐ ഫീൽ വെരി എംബാരസ്ഡ്. വിജയം നേടാൻ ആഗ്രഹിക്കുന്ന മലയാളി വനിതകളോട് അസിന് പറയാനുള്ളത് എന്താണ്? നേരെ ചൊവ്വേ 2ാം ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.